ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഓണറും ബിസിനസ്സും രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. അതിനെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മുടെ ഓണർ നമ്മുടെ ബിസിനസ്സിലോട്ട് കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ എന്ന് പറയും. മുൻപ് ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്. കാരണം നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മുടെ ഓണർക്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. കാരണം ഈ ഒരു ക്യാഷ് നമ്മുടെ ബിസിനസ്സിലോട്ട് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചെന്തെങ്കിലും കൊടുക്കണം. കാരണം ഈ ഒരു എമൗണ്ട് നമ്മുടെ ഓണർ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ ബാങ്കുകാർ അയാൾക്ക് എന്ത് കൊടുക്കും, ഒരു ഇൻട്രസ്റ്റ് കൊടുക്കും. അത് നമ്മൾ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന എക്സ്പെൻസ് ഇവിടെ കൂടുന്നു. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇവിടെ കൂടുന്നു. ക്യാപിറ്റൽ കൂടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ജേണൽ എൻട്രി ആയിരിക്കും നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത് 1,00,000 രൂപയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 10%. അതായത് 1,00,000ന്റെ 10% എന്ന് പറഞ്ഞാൽ 10,000 രൂപയായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 1,00,000 പ്ലസ് 10,000, അങ്ങനെ നമുക്ക് 1,10,000 രൂപ നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ എമൗണ്ട് ആയിട്ട് കിട്ടി. അപ്പോൾ ഈ ഒരു ജേണൽ എൻട്രി നമ്മളിവിടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എക്സ്പെൻസ് സൈഡിൽ നമ്മൾ പഠിച്ചു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഈ കിട്ടിയ 10,000 എവിടെ കാണിക്കും, ഈ എമൗണ്ട് കോളത്തിൽ നമ്മൾ കാണിക്കും. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ലൈബിലിറ്റി ആണ്. ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത് 1,00,000 രൂപയാണ്. നമ്മൾ എന്തും കൂടെ കൊടുക്കുന്നു, ഇൻട്രസ്റ്റും കൂടെ കൊടുക്കുന്നു. അപ്പോൾ ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10,000, ടോട്ടൽ 1,10 നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ എമൗണ്ട് ആയിട്ട് കിട്ടി.